ശ്രീ ജി വിജയരാഘവൻ, ഇവിടെ 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൂടത്തിൽ പോകാൻ സമരം നടത്തിയപ്പോഴും വലതുപക്ഷവാദികൾ അതിനെതിരായിരുന്നു. പള്ളിക്കൂടത്തിൽ പോകാൻ എന്തിനാണ് കൃഷിഭൂമിയിൽ സമരം എന്ന് ചോദിച്ചവരായിരുന്നു. അപ്പോൾ വലതുപക്ഷവാദികൾ എന്നും ഇത്തരം സമരങ്ങൾക്ക് എതിരായിരുന്നു. ആ സമീപനം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇത് മാത്രമാണ് മാർഗം എന്നാണ് സമരത്തെ അനുകൂലിക്കുന്നവർക്ക് പറയാനുള്ളത്. ഇല്ല, ഞാൻ പറയുന്നത് ഞാൻ ഈ സമരത്തിനെതിരല്ല. പക്ഷെ ഞാൻ പറയുന്നത് സമര രീതിക്കെതിരാണ്. ആ സമര രീതികൾക്കൊരു മാറ്റം വരണം. ബുദ്ധിമുട്ടിക്കേണ്ടവരെ ബുദ്ധിമുട്ടിക്കുക. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ് സമരമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ ബുദ്ധിമുട്ടിക്കുക. കേന്ദ്രത്തിലെ മന്ത്രിമാരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, പ്രധാനമന്ത്രിയെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ട് ചെയ്യുക. എന്തുകൊണ്ട് ഈ സമരങ്ങൾ വന്ന് സാധാരണക്കാരനെ ഉപദ്രവിക്കുന്നു എന്നുള്ളത് എൻ്റെ ചോദ്യം. രണ്ടാമത്, എൻ്റെ ഇതിനകത്തുള്ള ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെയാണ്, നമ്മളിവിടെ കേരളത്തിൽ തൊഴിൽ സൃഷ്ടിക്കാൻ ആൾക്കാരെ ക്ഷണിക്കുന്ന സമയത്ത് കേരളത്തിൽ ഇങ്ങനത്തെ സമരങ്ങൾ വരുമ്പോൾ മറ്റൊരു സംസ്ഥാനം, എനിക്ക് ഇന്ത്യ മുഴുവനും സ്തംഭിപ്പിച്ചെങ്കിൽ കുഴപ്പമില്ല, ഇന്ത്യ മുഴുവൻ നിങ്ങൾ സ്തംഭിപ്പിച്ചോ കുഴപ്പമില്ല, കേരളം മാത്രം എന്തെങ്കിലും സ്തംഭിപ്പിക്കുന്നു എന്ന് മാത്രമാണ് ചോദ്യം. ഞാൻ ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ ഒരിക്കൽ പറഞ്ഞതാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, അടുത്ത പൊതു പണിമുടക്കിന് കേരളത്തിൽ ഞങ്ങൾ ജനജീവിതം സ്തംഭിപ്പിക്കില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ സ്തംഭിപ്പിക്കുമെന്ന് പറയാം. പറ്റില്ല. കാരണം കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലുങ്കാനയിലും മഹാരാഷ്ട്രയിലും യാതൊരു പ്രശ്നമില്ല എന്ന്. ഞാൻ അവിടെ ഉള്ള ആൾക്കാർ അവരൊക്കെ ഓഫീസിലും പോയി, അവിടെ സമരങ്ങളുണ്ട്, അവിടെയുള്ള പബ്ലിക് സെക്ടർ ഉദ്യോഗസ്ഥർ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അവർ സമരം ചെയ്യുന്നവർ സമരത്തിൽ നിന്ന്, പക്ഷേ അവർ ജനജീവിതം തടസ്സപ്പെടുത്തുന്നില്ല. അവിടുത്തെ സർക്കാരുകൾ വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് സർവൻസ് ഹാവ് ടു റിപ്പോർട്ട് ടു വർക്ക്.